ആസ് യു ക്യാൻ സീ ഈ രണ്ട് പ്രോഡക്റ്റ് ആണ് ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യുന്നത്. ഈ വീഡിയോ ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ചെയ്യാൻ, കാരണം കേർലി ഹെയർ ഉള്ള ബോയ്സിനും ഇത് എടുക്കാം കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു ദില ഹിയർ. അപ്പൊ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, സോ വെൽക്കം ടു ദില ഹിയർ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേയ്സ് വീഡിയോ ഈസ് ഗോൺ ബി അബൌട്ട് കേർലി ഹെയർസ് ആണ്. കേർലി ഹെയർ അല്ലെങ്കിൽ ചുരുണ്ട മുടിയുള്ള പെൺകുട്ടികൾ അല്ലെ ആൺകുട്ടികളും, ഐ എം നോട്ട് സേയിങ് ലൈക്ക് ഗേൾസ് ഓർ ബോയ്സ്, എല്ലാവർക്കും ചുരുണ്ട മുടിയുള്ള എല്ലാവർക്കും കേൾക്കാനുള്ളതാണ്. ഇനി ചുരുണ്ട മുടി അല്ലാത്തവർക്കും ഫോർ ദ സ്ട്രൈറ്റ് ഹെയറും ആണ്. കാരണം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ ഹെയർ കേളിയാണ്. ഓക്കെ സോറി, മൈ ബാഡ്. ഓക്കെ, ഇതിൽ മെസ്സി, ഇങ്ങനെയാണ് നോർമൽ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഹെയർ ഞാൻ എങ്ങനെയാണ്, എൻ്റെ കേർലി ഹെയർ തന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രോഡക്ട്സ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. താങ്ക്സ് ടു അനില ബേ, ലവ് യു. അവളാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തത്. ഞാൻ നോർമലി അങ്ങനെ ഹെയറിൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. സോ ഐ ഡോണ്ട് സജസ്റ്റ്. എനിക്കത് വർക്ക് ആവുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ വരത്തില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല. കാരണം ഹെയർ തൊട്ടൊരു പരിപാടിയില്ല. കാരണം മുടി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇഫ് യു നോ യു നോ. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. സോ അതുകൊണ്ട് അവൾ വാങ്ങിച്ചു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങിച്ചു, ട്രൈ ചെയ്തു, ആൻഡ് ഷീ ഈസ് അപ്രൂവ്ഡ് ആയിട്ടാണ് എന്നോട് പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കും എൻ്റെ കേർലി ഹെയർ. അപ്പം എൻ്റെ കേർലി ഹെയർ ആൻഡ് ജസ്റ്റ് ഈ കേൾസ് ഒക്കെ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്യും. എൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടോ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഡിഫൈൻ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കേൾ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ. ഇത് മാൻറ്റെയിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ, ഇതിൻ്റെ ലീവ്-ഇൻ കണ്ടീഷണറാണ് ഇത്, ആൻഡ് അതിൻ്റെ തന്നെ ഹാർഡ് ഹോൾ ജെല്ലാണ്. ഓക്കെ, ഈ 2 സാധനമാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. എപ്പോഴും യൂസ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോഴൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം നോർമലി എൻ്റെ മുടി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പക്ഷേ ഇത് എനിക്ക് എപ്പോഴാണ് യൂസ്ഫുൾ എന്തെന്ന് പറഞ്ഞാൽ, ലൈക്ക് നമ്മൾ എന്താ പറയുക, കുറേ നേരം കഴിയില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡേ മൊത്തം ആകുമ്പോഴത്തേക്ക്, ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ, നമ്മൾ മോർണിംഗ് വാഷ് ചെയ്തിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ മെസ്സിയാവും ഹെയർ ഭയങ്കരമായിട്ട്. ലൈക്ക് എന്താ പറയുന്ന ബ്രേക്ക് ഔട്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് പറ്റാറുണ്ട്. മറ്റേ ഫ്രിസിനെസ് കൂടെ, മെസ്സി അല്ല, ഐ മീൻ ഫ്രിസിനെസ്, അതാണ് വേർഡ്, അതാവും. അപ്പോൾ അതാക്കാൻ നമുക്ക് ഈ 2 പ്രോഡക്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കിത് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫ്രിസിനെസ് കുറവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ ജെല്ലിങ് എപ്പോഴും ഇടത്തില് ഹാർഡ് ഹോൾ ജെല്ലാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലൈക്ക് എന്താ പറയുന്ന പക്കനെ അറിയാം, ജെല്ലാണ് ഇത്. ഇതാണ് അതിൻ്റെ പറയാം ലീവ്-ഇൻ കണ്ടീഷണർ. ഇതിൻ്റെ കോലം കണ്ടറിയാം, ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ലീവ്-ഇൻ കണ്ടീഷണറാണ് യൂസ് ചെയ്യാറ് എപ്പോഴും. ഈ ജെല്ല് അങ്ങനെ യൂസ് ചെയ്യത്തില്ല, എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അങ്ങനെ ഉണ്ടായി, കാരണം ജെല്ല് നല്ല സെറ്റായി കിടക്കാൻ വേണ്ടിയാണ്. സോ യൂഷ്വലി ഐ ഡോണ്ട് ഗോ ഫോർ ദിസ് ജെൽ, ബിക്കോസ് എനിക്ക് ജെല്ല് ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത്, മുടി ഇങ്ങനെ അത് ഇഷ്ടമല്ല. അതൊരുമാതിരി ജെല്ലിടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. സോ ഐ ഡോണ്ട് പ്രിഫർ ദിസ് വൺ. പക്ഷെ ഇത് നല്ലതാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഹെയർ സെറ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഒരു 2-3 ഡേയ്സ് ഒക്കെ ഹെയർ അതുപോലെ തന്നെ ഇരിക്കും, നമ്മൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താൽ. മനസ്സിലായി? ഇപ്പോൾ ഹെയർ നിങ്ങളൊരു 2-3 ഡേയ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. മനസ്സിലായി? പ്രോഡക്റ്റ് സൂപ്പറാണ്, ഇന്ത്യൻ ബ്രാൻഡാണ് മാൻറ്റെയിൻ. ഞാൻ ഇവരുടെ റിവ്യൂ കണ്ടിട്ടുണ്ട്, പക്ഷേ ലൈക്ക് വാങ്ങണമെന്നൊരു ഇത് തോന്നിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു ഇത് വാങ്ങണം. സോ നൈക്ക സെയിൽ വന്നപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. നൈക്ക സെയിലിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, യു ക്യാൻ ചെക്ക് ഔട്ട് ദെയർ, നൈക്ക ഹോൾ എന്തൊക്കെ വാങ്ങിച്ചതെന്ന്. പക്ഷേ ഇതിനെ പറ്റി പറയാം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കേർലി ഹെയറിന് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മോയ്സ്ചർ കണ്ടൻറ്റ് വേണം ഹെയറിന്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഹെയർ സെറ്റ് ചെയ്യണോ, ഇപ്പോൾ ഇവൻ സ്ട്രെയിറ്റ് ഹെയർ ആയിട്ടുള്ള ഗേൾസിനായാലും ഇത് വർക്ക് ആവും. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാഷ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ട് ജസ്റ്റ് ഹെയറിനെ ഒന്ന്, നമ്മൾ ചെടക്കൊക്കെ ഉണ്ടല്ലോ, ചെടയൊക്കെ ഒന്ന് അറുക്കണം. ചെടയൊക്കെ ഒന്ന് അറുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ചീപ്പി ചെട അറുത്തിട്ട് കൈ കൊണ്ടോ നിങ്ങൾക്ക് ചീപ്പ് കൊണ്ടോ എടുക്കാം. ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യണം. കോമ്പ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ലീവ്-ഇൻ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം തന്നെ ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ ആ വെള്ളം നനഞ്ഞ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ തോർത്തി കഴിഞ്ഞിട്ട്, നമ്മൾ തല തോർത്തി കഴിഞ്ഞിട്ട്, കുളിച്ച് തല തോർത്തി കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ യു ഹാവ് ടു ഡു ദിസ് വൺ. എന്നിട്ട് നല്ലപോലെ സ്ക്രഞ്ചൊക്കെ ചെയ്താൽ മതി. ഇറ്റ് വിൽ വർക്ക്. എനിക്ക് തോന്നുന്നു, എനിക്ക് കേർലി ഹെയർ ആയതുകൊണ്ട് ഇത് ഇടുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് കിടക്കും. എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫൈൻഡ് ആയിട്ട് കിടക്കുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്തില്ല, നാച്ചുറലി എന്താ പറയുക, നാച്ചുറൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ടെക്സ്ചർ ഇതാണ്. ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് ഉണ്ടാവും. മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇനി സെറ്റ് ചെയ്യണമെങ്കിൽ ഇതും കൂടെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിടാം. അപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വരും ഹെയർ. നല്ലപോലെ എന്താ പറയുക, നമുക്കിപ്പം സ്ട്രെയിറ്റ് ഹെയർ ഗേൾസിനാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ട്രൈ ചെയ്താലേ, ഇത് രണ്ടും കൂടെ ചെയ്താലേ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോപ്പറായിട്ട് അത് ഇരിക്കൂ, അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തേലും ഇപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ ട്രൈ ചെയ്ത് കാണണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ചെയ്യാം. ലൈക്ക് ഞാൻ എങ്ങനെയാണ് ലിറ്ററലി ചെയ്യുന്നതെന്ന് പറഞ്ഞ്, എൻ്റെ റുട്ടീൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഇതെങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പം വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്തു തരാം.
പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാലും കാണാം എൻ്റെ ഹെയർസ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. ഓക്കെ, ഹെയർ പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് മോർ ഓവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കമൻസ് താഴെ പറയാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ. പിന്നെ കേർലി ഹെയർ വീഡിയോ ചെയ്യണം, മീൻ സ്റ്റൈലിംഗ് വീഡിയോ ഞാനിപ്പം പറയുന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ. സോ ഓൾ ദി ഗേൾസ് ഔട്ട് ദെയർ, ബൈ.